സംസ്ഥാനത്ത് ഭിന്നശേഷി വിഭാഗത്തിനായി സംവരണം ചെയ്ത ജോലി വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ തട്ടിയെടുക്കുന്ന സംഘം സജീവം. മെഡിക്കൽ ബോർഡിനെ സ്വാധീനിച്ച് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയാണ് ഈ തട്ടിപ്പ്. അർഹരായ നൂറുകണക്കിന് ആളുകൾക്ക് ലഭിക്കേണ്ട ജോലിയാണ് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തട്ടിപ്പിലൂടെ വ്യാജന്മാർ സ്വന്തമാക്കുന്നത്. തട്ടിപ്പ് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം. ഞങ്ങളുടെ പ്രതിനിധി ബെൻസൺ ബാബുവിന്റെ അന്വേഷണ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. ഈ വ്യാജന്മാർക്ക് മാപ്പില്ല. നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പണി കിട്ടാൻ സാധ്യത ഉണ്ടോ? ഒരുപാട് ആളുകളെ കൈകാര്യം ചെയ്ത് കാര്യം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ? അല്ല, അത് അതിൻ്റെതായ പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ. കുറച്ച് ദേശത്തുള്ള ആളുകളൊക്കെ ചെയ്യുന്നത്. ദേശമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും പ്രശ്നമുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ. അതെ 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 അതെ. അതിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് എന്താ സംഭവം, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ 10-16 ആൾക്കാർ ഈ ബുദ്ധിമുട്ടുന്നേരം നിങ്ങളിങ്ങനെ ഓരോ ദിവസവും പുതിയ ആൾക്കാർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രത്തോളാണ്. 4 കൊല്ലമായി ഞങ്ങൾ പലരും ശമ്പളം ഇല്ലാണ്ട് ജോലി ചെയ്യും. മൂപ്പര് ഒന്നുകിൽ എത്ര പേരെ കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വിജിലൻസിനോട് തുറന്നു പറയാം. എന്നിട്ട് ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. കാരണം ഇവരാണ് ഇതിങ്ങനെ ഗുരുതരാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകി ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്ന തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയുടെയും സഹായിയുടെയും ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഭിന്നശേഷി നിയമനത്തിലെ അട്ടിമറികൾ കണ്ടെത്താൻ ഉദ്യോഗാർത്ഥികൾ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് ഗുരുതര നിയമലംഘനങ്ങളാണ്. അവരുടെ അന്വേഷണത്തോടൊപ്പം ന്യൂസ് മലയാളവും ചേരുന്നു. ഈ വ്യാജന്മാർക്ക് മാപ്പില്ല. സംസ്ഥാനത്തെ 21 തരം ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി 1902 തസ്തികകളിലാണ് 4% സംവരണമുള്ളത്. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് ഭിന്നശേഷി സംവരണം അട്ടിമറിച്ച് അനർഹർ നിയമനം നേടുന്ന കാഴ്ചയാണ് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചു നൽകാനും നിയമനം ഉറപ്പാക്കാനും വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്താനായി. കുറ്റ്യാടി പള്ളിയത്ത് സ്വദേശിയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ യൂസഫ് കേസിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടക്കുന്നതെന്നാണ് കണ്ടെത്തൽ. യൂസഫുമായി നേരിട്ട് ബന്ധപ്പെട്ട കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്ടീവ് സംസ്ഥാന പ്രസിഡന്റ് ബിൻസിൻ പറയുന്നതിങ്ങനെ: സത്യത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ഞാൻ പോകുന്നത്. പകരം ഈ ലോബി എന്താണ് എന്ന് തുറന്നു കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ചുമ്മാ നമ്മൾ അഭിനയിച്ച് കാണിച്ചാൽ തന്നെ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, ഇന്ന ഹോസ്പിറ്റലിൽ നിന്നില്ല, പക്ഷെ അവർ സജസ്റ്റ് ചെയ്തത് വടകരയുള്ളൊരു ഹോസ്പിറ്റലാണ്. കുറച്ച് നേരത്തെ നമുക്കിതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവരെ അടുത്ത ആളുകളുണ്ട് ഈ മെഡിക്കൽ ബോർഡ്, അവർക്ക് പൈസ കൊടുത്തിട്ട് അവർ നമുക്ക് ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. തട്ടിപ്പ് സംഘം നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആശുപത്രിയിലെത്തി ശ്രവണ പരിമിതിയുള്ളതായി അഭിനയിച്ച ബിൻസിൻ തട്ടിപ്പിന്റെ ആദ്യഘട്ടം പിന്നിട്ടു. എനിക്ക് ചെവിക്ക് തരാമെന്നുള്ള രീതിയിലാണ് അവർ എന്നോട് പറഞ്ഞത്. കാരണം ചെവിക്കാവുന്നവരെ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് നമുക്ക് കുറച്ച് ബാക്കോട്ട് നമുക്ക് ആ പ്രശ്നം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ ക്രിയേറ്റ് ചെയ്തോളും. എന്നിട്ട് UDID കാർഡ് ഉണ്ടാക്കി ഈ മെഡിക്കൽ ബോർഡിനെ സമീപിച്ചിട്ട് മെഡിക്കൽ ബോർഡാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യമുള്ള 5 ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡാണ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾക്ക് അനുമതി നൽകുന്നത്. ബോർഡ് അംഗങ്ങളെയും സ്വാധീനിച്ച് തങ്ങളുടെ വശത്താക്കാൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഒരു വലിയ വിഭാഗം കൊടുക്കുന്നത് ഈ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർക്കാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ പിന്നീട് നമ്മുടെ അന്വേഷണത്തിൽ ചില ഡോക്ടർമാർ അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെജോറിറ്റിയും പോകുന്നത് ഈ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർക്കാണെന്നാണ് അവരന്ന് നമ്മളോട് പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് നൽകുന്ന വ്യാജ സർട്ടിഫിക്കറ്റാണ് സാമൂഹ്യനീതി വകുപ്പിൽ സമർപ്പിക്കുന്നത്. യാതൊരു പരിശോധനയും കൂടാതെ സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റും ആനുകൂല്യങ്ങളുടെ രേഖകളും നൽകുന്നു. ഇവയുപയോഗിച്ച് PSCയിലും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും രജിസ്റ്റർ ചെയ്യുന്നു.
തുടർന്ന് വരുന്ന നിയമനങ്ങളിൽ മാനദണ്ഡപ്രകാരം മുൻപന്തിയിലുള്ള ഇവർക്ക് നിയമനവും ലഭിക്കുന്നു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 1402 ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്തെ 54 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലായി ജോലിക്കായി രജിസ്റ്റർ ചെയ്ത് കാത്തുനിൽക്കുന്നത്. കേട്ടറ്റ്, നെറ്റ് ഉൾപ്പെടെയുള്ള യോഗ്യതാ പരീക്ഷകളിലും ഭിന്നശേഷിക്കാർക്ക് മാർക്കിളവുണ്ട്. ഇത് ലഭിക്കാൻ കൂടിയാണ് മെഡിക്കൽ ബോർഡിനെ സ്വാധീനിച്ച് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നത്. 10 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതിനും നിയമനത്തിനുമായി തട്ടിപ്പ് സംഘങ്ങൾ വാങ്ങുന്നത്. സംവരണം അട്ടിമറിച്ച് നിയമനം നേടിയ കൂടുതൽ ആളുകളുടെ തെളിവുകൾ ന്യൂസ് മലയാളം നാളെ പുറത്തുവിടും. ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.